േക്കാൾ മക്കളെക്കാൾ ഭാര്യയെക്കാൾ ദുനിയാവിൽ ആരൊക്കെയുണ്ടോ നമ്മുടെ സ്നേഹം അർഹിക്കുന്നവർ അവരെക്കാളും സ്നേഹിക്കേണ്ടവർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. പ്രിയമുള്ളവരെ, നമ്മളങ്ങനെ പറയുമ്പോഴും ശരിയായ നിലയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണ്ണാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് അത് പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടത് ചെയ്യുമ്പോഴാണ്. അവിടുന്ന് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുമ്പോഴും അവിടുന്ന് ചെയ്യരുതെന്ന് പറഞ്ഞത് തീർത്തും വിട്ടുനിൽക്കുമ്പോഴുമാണ് നമ്മുടെ പ്രവാചക സ്നേഹം യാഥാർത്ഥ്യമാകുന്നത്. സിനിമകൾ കാണുന്നത് ഹറാമാണെന്ന് പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ നല്ല സുന്ദരമായ ഒരു മതം കേട്ടിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ സിനിമാകാരൻ കൂടി കേൾക്കണമെന്ന് വിചാരിച്ചാൽ അവിടെ പ്രവാചക സ്നേഹം എന്നുള്ളത് നമ്മളൊന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പുതിയ സിനിമ കാണുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ യഥാർത്ഥ മാനദണ്ഡത്തിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഹറാമായ കാര്യങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് വിശിഷ്യായ യുഎഇ ജീവിക്കുന്ന നമുക്ക് ഏവർക്കും അറിയാം. ഹറാമുകൾ സുലഭമാണ്. നമ്മുടെ കയ്യെത്താ ദൂരത്തോളം ഹറാമുകൾ ഇവിടെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമ്പോഴും, നമ്മുടെ കണ്ണുകൾ ഹറാമിൽ നിന്ന് അകറ്റി നിൽക്കുമ്പോഴും, നമ്മുടെ കാതുകൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ, നമ്മുടെ പാദങ്ങൾ ഹറാമിലേക്ക് ചെന്നെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമ്പോഴുമാണ് തങ്ങളെ നാം സ്നേഹിക്കുന്നു എന്ന് സ്വന്തമായെങ്കിലും നമുക്ക് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുന്നാര ഹബീബ് റസൂലുള്ളാഹി അവിടുത്തെ മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും ത്വാഹ റസൂലേസലാം അവിടം ചെന്ന് തിരുമുമ്പിന്ന് ഒന്ന് സലാമോ താനും കൊതിയുണ്ടെന്നിൽ. അത്രത്തോളം കൊതിയും ആയിഷ്കും നമ്മുടെ കൽബ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഹറാമുകൾ നമുക്ക് ഒരിക്കലും നമ്മുടെ അടുക്കിലേക്ക് വരികയില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എത്ര കാലം നമ്മളിൽ ജീവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. 60, 70, 90 വയസ്സൊന്നും ആകണമെന്ന് ഇല്ല ഭരിക്കാൻ. 15, 16, 17, 20, 30 വയസ്സുള്ള എത്രയോ ആളുകൾ, എത്രയോ ചെറുപ്പക്കാർ ഇവിടെ തന്നെ ഹൃദയസ്തംഭനം വന്ന് മരണപ്പെട്ടു പോയ വാർത്തകൾ നമ്മൾ ദൈനംദിനം കേൾക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരൊറ്റ ലൈഫേ നമുക്കുള്ളൂ. ഈ ലൈഫ് ഒന്ന് നല്ലതുപോലെ ജീവിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വൃത്തിയായി ഭംഗിയായി ഒരു ജന്മം കൂടി നല്ലതുപോലെ ജീവിക്കാം എന്നൊരു ചിന്ത നമുക്ക് ആർക്കുമില്ല. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇനി എത്ര നാൾ മരണമെന്ന ഒരു ദിവസം നമുക്ക് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ദിവസത്തേക്ക് നമ്മൾ ഓരോ മണിക്കൂറും ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ജീവിതമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തറകളെന്ന് സ്നേഹം നൽകി സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ ഇവിടെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം ലബനത്തിലും റബീഉൽ അവ്വലിലും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായി ഒരുമിച്ചിരുന്ന മൗലിദുകൾ പാടിയ മൗലിദുകൾ ചൊല്ലി എത്രയോ ആളുകളുടെ ഖബറിലാണ്. റഹ്മാനായ റബ്ബേ, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി ആരൊക്കെ ബന്ധുമിത്രാദികൾ ഖബറുകളിലുണ്ടോ അവരുടെയൊക്കെ ഖബറിൽ വെളിച്ചമായി ഈ മജ്‌ലിസിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിശിഷ്യ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ മജ്‌ലിസിലുള്ള ആരുടെയൊക്കെ മാതാപിതാക്കൾ ഖബറുകളിലുണ്ടോ അവരുടെയൊക്കെ ഖബറുകളിൽ വെളിച്ചമായി ഈ മജ്‌ലിസിൽ നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഈ മജ്‌ലിസിൽ കാരണമാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട നാസിഫ് മോൾ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. السلام عليكم ورحمة الله وبركاته. مكة منغيني طه يا نبي مرتبة مهون نبي راج سيدي مكة منغيني طه يا نبي مرتبة مهون نبي راج سيدي إلى مكوترو تنگ سنيدي إذا
കുഞ്ചുമുഖത്തു വരും കുഞ്ചിൽ തിളങ്ങണ നെഞ്ചിനകത്തു വരും സത്യം പറയണ നാവുണ്ടെങ്കിൽ നിത്യം സ്വലാത്തു വരും നിത്യം സ്വലാത്ത് മൊഴിയുന്ന നാവിൽ നരകത്തിന് വേണ്ടതാവും തങ്കം പോലൊരു മനസ്സുണ്ടെങ്കിൽ തങ്ങൾ വിരുന്നു വരും തങ്കത്തിനൂരിൽ തുണിയ ജന്നത്തുമാരു കൊണ്ടുതരും സ്വർഗബാബ് തുറന്നു തരും മധുരമഹിതമൊരിച്ചു തീർത്ത പാട്ട് മകത് കരിഞ്ഞു മനസ്സ് നിറഞ്ഞാനെഴുതിയ പാട്ട് ഒന്നു കേട്ടു എന്നെ വിളിക്കു യാ സയ്യിദി നൂറായിരം സൂര്യനൊന്നിച്ചുദിച്ചാലും പുനനൂറോളും അമ്പരമേഴും കടന്നു പുറത്തെ പോയ നബിയോളം എന്റെ മഹബൂബൻ ശഫാഅത്ത് നൽകണേ നെഞ്ചിൽ ത്വഹയുടെ നൂറുണ്ടെങ്കിൽ നെഞ്ചിൽ ത്വഹയുടെ നൂറുണ്ടെങ്കിൽ കുഞ്ചുമുഖത്ത് വരും മുഞ്ചിൽ തിളങ്ങണ ത്വഹറസൂൽ നെഞ്ചിനകത്ത് വരും സത്യം പറയണ നാവുണ്ടെങ്കിൽ നിത്യം സ്വലാത്ത് വരും നിത്യം സ്വലാത്ത് ഒഴിയുന്ന നാവിൽ നരകത്തിന് വേണ്ടതാവും യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ മിൻ ജഹന്നമ ഫീ ഗദി യാ അല്ലാഹ് യാ നബി സലാം അലൈക്കും സലാം അലൈക്കും അല്ലാഹ് യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും അല്ലാഹ് അൻത ശംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ